ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയിട്ടുള്ള ആലു ഗോബിയാണ്. ഇത് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ചേർത്തുണ്ടാക്കുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇത് 1 കപ്പ് അളവിലാണ് ഉള്ളത്. അത് ഇതുപോലെ അല്ലികളായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തതാണിത്. എപ്പോഴും കോളിഫ്ലവർ എടുക്കുന്ന സമയത്ത് ഉപ്പും ചൂടുവെള്ളവും ഉപയോഗിച്ച് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് വഴറ്റി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മസ്റ്റേർഡ് ഓയിൽ വെച്ചിട്ടാണ്, അതായത് കടുകെണ്ണ വെച്ചിട്ടാണ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഞാൻ പക്ഷേ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. നമുക്ക് ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഉരുളക്കിഴങ്ങും ഇതുപോലെ ചെറുതായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു വഴനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് ബേ ലീഫ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂണിൽ താഴെ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒട്ടും കൂടി പോകരുത്, കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഒരു 3 നുള്ള് കായപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം മൂപ്പിച്ചു കൊടുക്കുക. ഉലുവയൊന്നും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി പൊടികളിലേക്കൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. ഇത് അധികം സ്പൈസി അല്ലാത്ത ഡിഷാണ്. നമ്മൾ നേരത്തെ ഒരു മുളക് ചേർത്തിരുന്നല്ലോ, അത് അത്യാവശ്യം എരിവുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ മുളക് പൊടി വീണ്ടും ചേർക്കാത്തത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും കോളിഫ്ലവറൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇത് ഒരുപാട് നേരം ഇട്ട് വേവിക്കണ്ട, അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ വെന്ത് ഉടഞ്ഞു പോവും. നമ്മൾ ഫ്രൈ ചെയ്തിരുന്ന സമയത്ത് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് വേവ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ചധികം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഒട്ടുമിക്ക നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിലും ഈ മല്ലിയിലയും കസൂരി മേത്തിയും ഒക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇപ്പം നമ്മുടെ ആലു ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷുകളിൽ ഒരു ഡിഷാണിത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.